2022 എനിക്ക് പത്മശ്രീ ഉണ്ടായിരുന്നു, അറിയാമോ? ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ. അപൂർവം പേട്ടത്തിൽ പറഞ്ഞു എനിക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചതാണ്. രാത്രി 9 മണി വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയി. എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. 9 മണി വരെ മോണിറ്ററിൽ ആ പേരുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ പേരുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയിട്ട് തൃശ്ശൂരുള്ള ഒരു പശു വളർത്തുന്ന അമ്മയ്ക്ക് കൊടുത്തു. സന്തോഷമില്ലുള്ളൂ. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള അവസ്ഥ. അതൊക്കെ സന്തോഷം. അന്ന് കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒരിക്കലും ഇനി എനിക്കൊന്നും വേണം. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ചെല്ലുന്ന വീടുകളെല്ലാം 90% പാവപ്പെട്ട വീടുകളായി. 90%, 100% അല്ല, 90%. ഒരു 50 ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് അന്ന് പോങ്ങനാളെന്നൊരു സ്ഥലത്ത് പോയി. പണ്ട് വനമേഖലയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പാവങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടുന്ന് എനിക്ക് 2000 രൂപ വണ്ടിക്ക് വേണം. ഞാൻ അവരുടെ എന്താ പറയുക? അപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചു പറഞ്ഞു, സുരേഷിൻ്റെ GP നമ്പർ ഞാൻ 500 രൂപ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, ഈ പൈസ എനിക്ക് വേണ്ട. ഞാൻ വാങ്ങി. പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം എടുത്തുകൊണ്ട് ചിലർ കൊണ്ടുവരും, പൈസ കൊണ്ട് തരാൻ വരുമ്പം നമ്മളെ കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവിടെ എവിടെയും കാണാം. അപ്പോൾ കൊടുക്കേണ്ട അത് നമ്മളാളാണെന്ന് പറയും. അതാണ് ഏറ്റവും വലിയൊരു അപകടം. ഞാൻ അറിയില്ല.